സ്നേഹമുള്ളവരെ, ക്രിസ്തുവിൻ്റെ പോപ്പുലാരിറ്റി അത്രയേറെ വർദ്ധിച്ചപ്പോൾ ഫരിസേയ പ്രമുഖരിൽ ഒരുവന് കരുതി കർത്താവിനെ വിളിച്ച് ഒരു നല്ല ഭക്ഷണം കൊടുക്കണമെന്ന്. ഒരു വിളി കേൾക്കാൻ വേണ്ടി കാത്തിരുന്നോണം ഈ ഫരിസേയ പ്രമുഖൻ ഭക്ഷണത്തിന് വിളിച്ചപ്പോൾ കർത്താവും ശിഷ്യന്മാരും അവൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നു. ഇത് കർത്താവിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്. ആര് ഭക്ഷണത്തിന് വിളിച്ചാലും അവരുടെ വീട്ടിൽ പോകുന്ന രീതി കർത്താവിനുണ്ട്. ചിലയിടത്തൊക്കെ ചോദിച്ചു വാങ്ങിക്കും. ഇപ്പോൾ സക്കേബൂസിൻ്റെ വീട്ടിലേക്കൊക്കെ ഞാനിന്ന് നിൻ്റെ വീട്ടിലാണ് അതിഥിയായിട്ട് തങ്ങുക എന്നൊക്കെ പറയുമ്പോൾ അത് കർത്താവിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഭക്ഷണത്തെ അവൻ കാര്യമായിട്ട് പരിഗണിച്ചിരുന്നു എന്നുള്ളത് ഈ വചനത്തിൽ നമ്മൾ മനസ്സിലാക്കണം. കാരണം ഏതൊരു വ്യക്തിയുടെ അടിസ്ഥാനപരമായ ആവശ്യം അത് അപ്പമാണ്, ഭക്ഷണമാണ്. അതുകൊണ്ടാണ് അവൻ്റെ ആ ഒരു കൂട്ടായ്മയിലൊക്കെ അപ്പം ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതൊക്കെ നമ്മൾ കാണുന്നത്. അത് നമുക്കുള്ള ഉത്തരവാദിത്വമാണ്. നിൻ്റെ ജീവിതം കൊണ്ട് കൂടെയുള്ളവർക്ക് അന്നം കൊടുക്കാനൊക്കെ നിനക്ക് പറ്റണുണ്ടോ എന്നുള്ളൊരു ചോദ്യം. ഇപ്രകാരം ഈ ശിമയോൻ്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം നടക്കുക. സമൂഹത്തിൽ പരസ്യ പാപിനി എന്ന് അറിയപ്പെട്ടിരുന്ന ഒരുവൾ, അവൾ കർത്താവിൻ്റെ പിന്നിൽ വന്നതിൽ. അപ്പോൾ വിശാലമായ ഒരു ഹോളായിരിക്കും. കാരണം വിശുദ്ധ നാട് സന്ദർശിക്കുമ്പോൾ ശിമയോൻ്റെ വീട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ ഈ മാളിക മുറി പോലെയുള്ള ഡൈനിങ് അവരുടെ റൂം അത് ഭയങ്കര വിശാലം, നമ്മുടെ പള്ളി പോലെ ഇത്രയും വിശാലം. ഇങ്ങനെ താഴെ ഇങ്ങനെ റൗണ്ടായിട്ടായിരിക്കുന്നത്. അപ്പോൾ ഈ കർത്താവിൻ്റെ പിന്നിൽ വന്ന് ഈ പാപിനിയായ സ്ത്രീ വന്ന് നിന്ന് ഇങ്ങനെ കരയുക. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവൾ നിന്ന് കരച്ചിൽ നിർത്തിയിട്ട് ഇരുന്ന് കരയാനായിട്ട് തുടങ്ങണേണ്. അവൾ എവിടെ ഇരുന്നത്? കർത്താവിൻ്റെ ആ പാദത്തിൽ. അപ്പോൾ ഇരിക്കുമ്പോൾ കാലിൻ്റെ പിൻഭാഗം പുറകിലേക്ക് ആക്കിയിട്ടാണ് ഇരിക്കുന്നത്. നമ്മളിങ്ങനെ ഈ ചമ്പളം പറഞ്ഞിരിക്കുന്നതോട്ടല്ല, കാല് രണ്ടും പുറകിലായിട്ട് കാലിമലിരിക്കുന്ന രീതിയിലാണ്. അപ്പോൾ ഇവൾ കർത്താവിൻ്റെ മുന്നിലല്ല, പിന്നിൽ വന്ന് ഇരുന്നിട്ട് പിന്നെ അവൾ കണ്ണുനീര് മുഴുവനും വീഴ്ത്തണത് കർത്താവിൻ്റെ പാദങ്ങളിലാണ്. എന്നിട്ട് ആ പാദം അവൾ തൻ്റെ തലമുടി കൊണ്ട് തുടയ്ക്കുകയാണ്. എന്നിട്ട് ആ പാദത്തിൽ നിർത്താതെ സ്നേഹത്തിൻ്റെ ചുംബനം കൊടുക്കുക. അവൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന തൈലമുണ്ട്, അവളെ തന്നെ സുഗന്ധപൂരിതയാക്കാൻ കൊണ്ടുവന്നതാണ്. പക്ഷെ അതവൾ കർത്താവിൻ്റെ പാദങ്ങളിൽ ഇങ്ങനെ ഒഴിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട, ഇത് കണ്ടപ്പോൾ ശിമയോന് ആ വീട്ടുകാരൻ അത്ര ദഹിക്കുന്നില്ല. കാരണം ആ വിരുന്ന് മേശ മോശമാക്കി കളഞ്ഞിവൾ. കാരണം പ്രതീക്ഷിക്കാത്ത ഒരാളാണ് ഇവൾ. അവൾ വന്നിട്ട് അത് മൊത്തം ചളമാക്കിയെന്നൊക്കെ പറയില്ലേ. അവളിങ്ങനെ മനസ്സിലിങ്ങനെ ഈ ശിമയോൻ ഓർക്കുക, ഞാൻ പ്രവാചകനാണെന്ന് കരുതിയാണ് ഇവനെ ഞാൻ വിളിച്ചത്. പക്ഷേ ഇവനൊരു പ്രവാചകനുമല്ല, ഒന്നുമല്ല. കാരണം പ്രവാചകനാണെങ്കിൽ ഇവൻ അറിയുമായിരുന്നു തന്നെ തൊട്ടത് ഏത് തരക്കാരി സ്ത്രീയാണെന്ന് അവന് മനസ്സിലാകുമായിരുന്നു. അങ്ങനെ ശിമയോൻ ഇത് മനസ്സിലിങ്ങനെ ഓർത്ത് ചിന്തിച്ചിരിക്കുമ്പോൾ കർത്താവ് ശിമയോനെ നോക്കി. എന്നിട്ട് ഈ പാപിനിയായ സ്ത്രീ ഇങ്ങനെ പുറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ ശിമയോനെ, ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ നീ എൻ്റെ പാദം കഴുകിയില്ല. ഇവളാകട്ടെ കണ്ണീര് കൊണ്ട് എൻ്റെ പാദം കഴുകിയിരിക്കുന്നു. നീ എൻ്റെ പാദം തുടച്ച് തന്നില്ല. ഇവളിതാ തൻ്റെ തലമുടി കൊണ്ട് എൻ്റെ പാദം മുഴുവൻ അവളിങ്ങനെ തുടച്ച് തന്നിരിക്കുക. നീ എനിക്ക് സ്നേഹത്തിൻ്റെ ആലിംഗനം, ചുംബനം തന്നില്ല. കാരണം വീട്ടിലേക്ക് ഗസ്റ്റ് വരുമ്പോൾ ഹഗ് ചെയ്ത് ഇങ്ങനെ കവിളിൽ ഉമ്മ കൊടുത്തിട്ടാണ് ചെയ്തത്. പക്ഷേ ഇവളാകട്ടെ വന്ന സമയം മുതൽ എൻ്റെ പാദങ്ങളിൽ സ്നേഹത്തിൻ്റെ ചുംബനം നൽകുന്നതിൽ ഒരു തടസ്സവും മുടക്കവും വരുത്തിയിട്ടില്ല. അവസാനം എന്താ, സുഗന്ധ തൈലം കൊണ്ട് തലപൂശണം നീ. എന്നാൽ ഇവളിതതിൻ്റെ പാദം മുഴുവനും സുഗന്ധപൂരിതമാക്കിയിരിക്കുക. എന്നിട്ട് കർത്താവ് പറയുന്ന കാര്യമുണ്ട്, ഇവൾ എന്നെ കൂടുതലായിട്ട് സ്നേഹിച്ച് അതുകൊണ്ട് കൂടുതലായിട്ട് ഇവൾക്ക് സ്വർഗത്തിൻ്റെ കാരുണ്യം കിട്ടിയിരിക്കും എന്നുള്ള ഗ്യാരണ്ടിയാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൻ്റെ കാരുണ്യം കൂടുതലായിട്ട് കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മളും ചെയ്യാൻ തയ്യാറാകണം. ഈ കണ്ണീരെന്ന് പറയുന്നത് എന്താ? അനുതാപത്തിൻ്റെ കണ്ണുനീരാണ്.
അത് നമ്മുടെ ജീവിതത്തിനും വേണം. വന്നു പോയ വീഴ്ചകളെ ഓർത്ത് കണ്ണീരൊഴുക്കാൻ അർഹതയില്ലാഞ്ഞിട്ടും എൻ്റെ ദൈവം എന്നോട് കാണിക്കുന്ന കരുണയെ ഓർത്ത് കൃതജ്ഞതയോടെ ഇങ്ങനെ കണ്ണീരൊഴുക്കാനായിട്ട് നമുക്ക് കഴിയണം. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ ചുംബനം, സ്നേഹത്തിൻ്റെ അത്രത്തോളം ആഴമുള്ള ഒരു സ്നേഹം എനിക്ക് എൻ്റെ കർത്താവിനോട് വേണമെങ്കിൽ ചുംബനം കൊടുക്കാൻ പറ്റും. എല്ലാവരെയും കയറി കെട്ടിപ്പിടി ചുംബനം നമുക്ക് കൊടുക്കില്ല. ആർക്കാ കൊടുക്കണേ? നമുക്ക് അത്രത്തോളം സ്നേഹമുള്ളവർക്ക് മാത്രം സമ്മാനിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ നിനക്ക് നിൻ്റെ കർത്താവിനോട് ഇങ്ങനെ പ്രാണനോടെന്നത് പോലെയുള്ളൊരു പ്രണയം ഉണ്ടാകണമെന്നിവൾ പറയുക. തലമുടി കൊണ്ട് തുടച്ചെന്നൊക്കെ പറയുമ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവളുടെ ഏറ്റവും വലിയ അഴകെന്താണ്? ഈ തലമുടിയാണ്. മനസ്സിലായോ? അപ്പോൾ അത് അവൾ അഴിച്ചിട്ടു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? കാരണം തലമുടി കൊണ്ട് തുടക്കണമെന്നുണ്ടെങ്കിൽ അത് അഴിച്ചിടണം. ഒരു സ്ത്രീയും പൊതു സമൂഹത്തിൻ്റെ മുമ്പിൽ തലമുടി അഴിച്ചിടൂല. അഴിച്ചിട്ടാൽ അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ നിൻ്റെ അടിമയാണ് എന്നുള്ളത്. കർത്താവിൻ്റെ മുന്നിൽ ഞാനൊന്നുമല്ല, എനിക്കൊന്നുമില്ല എന്നതിൻ്റെ അടയാളമാണ്. ഉള്ളതൊക്കെ നീ നൽകിയ ദാനമാണ് എന്ന തിരിച്ചറിവിൻ്റെ അടയാളമാണ് അവൾ ആ തലമുടി അഴിച്ചിട്ട് അവൻ്റെ പാദം തുടച്ചത്. അവസാനമായിട്ട് അവൾ ചെയ്തെന്താ? സുഗന്ധ തൈലം. ഇന്നോളം അവളത് ഉപയോഗിച്ചത് മറ്റുള്ളവരെ ആകർഷിക്കാനും വശീകരിക്കാൻ വേണ്ടിയാണ്. അവളെ തന്നെ ഈ സുഗന്ധ തൈലം കൊണ്ട് പൂശിയത്. സെൻ്റടിക്കൂല്ലേ? എന്തിനാ? മറ്റുള്ളവരുടെ മുമ്പിൽ കുറച്ചും കൂടിയൊക്കെ അപ്പിയറൻസിൻ്റെ ആ ഒരു അട്രാക്റ്റീവ് ഒരു സെൻസിന് വേണ്ടിയാണ്. എന്നാൽ ഇന്നോളം ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് മറ്റുള്ളവരെ ആകർഷിക്കുവാൻ പൂശിയ തൈലം ഇനി എനിക്ക് വേണ്ട. അത് മുഴുവനും എൻ്റെ കർത്താവിന്. ഇനി എന്നിലേക്ക് ആരും വരേണ്ട. ഇനി നിങ്ങളൊക്കെ വരേണ്ടത് നീ കർത്താവിലേക്കാണ് എന്ന് പറഞ്ഞ് അവൻ്റെ പാദങ്ങളിൽ മുഴുവനും ഈ സുഗന്ധ തൈലം പൂശി എന്നൊക്കെ വചനം പറയുമ്പോൾ നിൻ്റെ ജീവിതം കൊണ്ട് കർത്താവിലേക്ക് മറ്റുള്ളവർ ആകർഷിക്കപ്പെടണം എന്നുള്ളതാണ്. ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സ്വർഗത്തിൻ്റെ വലിയ കാരുണ്യം ലഭിക്കുക തന്നെ ചെയ്യും. ആകയാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, വീണ്ടെടുപ്പിൻ്റെ ഒരു വലിയ സുവിശേഷം. എല്ലാവരും പാപിനി എന്ന് പറഞ്ഞ് മുദ്ര കുത്തി മോശപ്പെട്ടവളായി കണ്ട് അകറ്റി നിർത്തിയവളെ കർത്താവ് ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ തയ്യാറായപ്പോൾ പിന്നെ അവൾ അവനെ വിട്ടിട്ട് പോയില്ലെന്ന് മാത്രമല്ല, ശിഷ്യന്മാർ പോലും ഇട്ടിട്ട് പോയപ്പോഴും കുരിശിൻ്റെ അറ്റം വരെ നടന്നവള, കൂടെ നിന്നവള. ഇതാണ് സ്നേഹത്തിൻ്റെ പ്രത്യേകത. ആകയാൽ എൻ്റെ പ്രിയപ്പെട്ട ഇന്നത്തെ വചനം നമുക്ക് നൽകുന്ന ഒരു വലിയ വെല്ലുവിളി ഇത് തന്നെയാണ്. നമ്മുടെ ജീവിതവും നമുക്കുള്ളതൊക്കെ ദൈവം നൽകിയ ദാനമാണ്, അനുഗ്രഹമാണ് എന്ന തിരിച്ചറിവോടെ അവൻ്റെ പാദാന്തികത്തിങ്കൽ സമർപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യം മുഴുവനും അവൻ നോക്കിക്കൊള്ളും.